ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മന്ദഗതിയിലാണ് അന്തരീക്ഷം. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് കുറച്ച് അവിയലും പിന്നെ കത്തിരിക്ക മെഴുക്ക് പുരട്ടിയും വയ്ക്കാമെന്ന് കരുതി അവിയൽ അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വഴുതനങ്ങ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കത്തിരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്കയും വഴുതനങ്ങയും കൂടെ ഒരു സവാളയും പച്ചമുളകും ചേർത്ത് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ അതവിടെ നിന്ന് വെന്ത് റെഡി ആയിക്കോളും. ആവിയിലങ്ങ് റെഡി ആയിക്കോളും. ചെറിയൊരു വാടൽ മാത്രം മതി. ഞാൻ അടച്ചു വെച്ച് വേവിക്കായിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ മീനിനുള്ള പൊടികൾ ഒഴിച്ചിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആ പൊടികൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ വെന്ത് അതിലേക്കുള്ള അരപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കറിയിൽ ഞാൻ നല്ല ഉണ്ടമുളക് അരിഞ്ഞിടുകയായിരുന്നു. പിന്നെ 2 ഉണ്ടമുളകും പിന്നെ മുരിങ്ങക്ക ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ കാരൽ മീനാണ് കിട്ടിയത്. ഞാൻ മുളക്, തക്കാളി, മാങ്ങ, പുളിഞ്ചിക്കയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മീനിലിടും. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി വന്നപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിയലും റെഡിയായി, വിഴുക്കും റെഡിയായി. നമ്മുടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി തിളച്ച് വന്നപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മഴയ്ക്കുള്ള കാറ്റാണ്. പിന്നെ ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് പൊതിച്ചോറ് കഴിക്കാമെന്ന് കരുതി ചോറും വിഴുക്കും ഇരട്ടി എടുത്ത് വെച്ച് നന്നായിട്ട് ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും വിഴുക്കും ഇരട്ടിയും അവിയലും ഒരു മുട്ടയും കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവിയലും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ ഒരു മുട്ട പൊരിച്ചതും മീൻ കറിയുടെ ഒരു മീൻ കഷ്ണവും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് എടുത്താൽ ഇത്ര കറികളെ ഞാൻ വെച്ചിട്ടുള്ളൂ. ചമ്മന്തിയൊന്നും അരയ്ക്കാൻ നിന്നില്ല. ഇതെല്ലാം എടുത്ത് വെച്ചൊന്ന് പൊതിഞ്ഞെടുത്താൽ നമ്മുടെ പൊതിച്ചോറും റെഡി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.